ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മുടി നന്നായിട്ട് തഴച്ച് വളരാൻ വേണ്ടിയിട്ടും അതേപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ടും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എണ്ണയെക്കുറിച്ചാണ്. അപ്പോൾ ഈ എണ്ണ തയ്യാറാക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. സാധാരണ നമ്മൾ കാച്ചെണ്ണ തയ്യാറാക്കുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് കാച്ചെണ്ണ തയ്യാറാക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന എണ്ണ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതെപ്പോഴും നമ്മളുടെ എല്ലാവരുടെയും അടുക്കളയിൽ കാണുന്ന രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. ഒരു പിടി, നല്ലൊരു കൈപ്പിടി അളവിൽ അല്ലെങ്കിൽ ഒരു കപ്പ് അളവിൽ കറിവേപ്പില നിങ്ങൾക്ക് എടുക്കാം. കറിവേപ്പിലയുടെ തണ്ട് വേണ്ട, ഇലകൾ മാത്രമായിട്ട് ഇതിർത്തെടുത്ത ഇലകൾ മതി. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക, ഏറ്റവും നല്ലത്. അല്ല, കറിവേപ്പിലയൊന്നും വീട്ടിലില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന കറിവേപ്പില ആയിരിക്കും ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കുക. ഇപ്പോൾ മുടിക്ക് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും ഞാനത് പറയുന്നത്, നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. കറിവേപ്പിലയാണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലും രാസവസ്തുക്കളോ എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കെമിക്കൽസ് എന്തെങ്കിലും അവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല. അപ്പോൾ മുടി വളരാൻ വേണ്ടിയിട്ട് തേക്കുന്ന സാധനം തേച്ചിട്ട് അതിനകത്തുള്ള കെമിക്കൽസ് കാരണം പിന്നീട് മുടി കൊഴിയാനുള്ളൊരു ഇടയാകരുത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കറിവേപ്പില മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതിനകത്തെ വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കുക. വെള്ളമൊക്കെ തോർന്നതിന് ശേഷം ഇലകൾ മാത്രം എടുക്കുക. കറിവേപ്പിലയുടെ തണ്ട് ആവശ്യമില്ല, ഇലകൾ മാത്രം എടുത്ത് ഒരു കപ്പ് അളവിൽ കറിവേപ്പിലയുടെ ഇല വേണം. അപ്പോൾ കറിവേപ്പില നമ്മൾ പണ്ട് തൊട്ടേ കാച്ചെണ്ണകളിലെല്ലാം ഉപയോഗിക്കുന്നതാണ്. മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നല്ല കട്ടിയായിട്ടും തിക്കായിട്ട് വളരാനും കറിവേപ്പില സഹായിക്കും. മുടി കൊഴിച്ചിൽ മാറാനൊക്കെ കറിവേപ്പില വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. നല്ല ഷൈനി ആയിട്ടുള്ള നല്ല കറുത്ത കളറിൽ മുടി കിട്ടാനായിട്ട് ഏറ്റവും നല്ല സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില. ഇനി അടുത്ത ഇതിലേക്ക് വേണ്ടുന്നതെന്ന് പറയുന്നത് ഉലുവയാണ്. അപ്പോൾ ഉലുവയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഹെയർ കെയറിൽ ഏറ്റവും ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഉലുവ എന്ന് പറയുന്നത്. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന എന്താ പറയുക, ഉലുവയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ വരുന്ന ഒന്നാണ് മുടി വളർച്ചയ്ക്ക് സഹായിക്കുക, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ തടഞ്ഞിട്ട് നന്നായിട്ട് മുടി വളർച്ചയ്ക്ക് സഹായിക്കാം. അപ്പോൾ ഉലുവ തന്നെ നമുക്ക് പല രീതിയിൽ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഇങ്ങനെ എണ്ണയല്ലാതെ ഉലുവയുടെ പാക്കായിട്ട്, ഉലുവയുടെ ജെല്ലായിട്ട്, ഉലുവയുടെ വെള്ളമായിട്ട്, അങ്ങനെ പല രീതിയിൽ നമ്മൾ തലമുടിയിൽ ഉലുവ ഉപയോഗിക്കാറുണ്ട്. അത് മുടി വളരുന്ന കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയും ഉലുവയും എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 സ്പൂൺ അളവിൽ ഉലുവയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അരച്ചെടുക്കുക. അങ്ങനെയല്ല, ഉലുവയും അല്ലാതെ വെള്ളമൊക്കെ തോർന്ന കറിവേപ്പിലയും ഉലുവയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്നും ബ്രേക്കായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും. നമ്മളിപ്പം ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു സാധനം പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പൗഡർ വരുന്നത് പോലെ അത്ര പൊടിയായിട്ട് കിട്ടില്ല. എന്നാലും ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പീസസായിട്ട് അരഞ്ഞ പോലെ വരും. പക്ഷേ ഇതിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ അരച്ചല്ല നമ്മൾ എടുക്കുന്നത്. വെള്ളം ഒഴിക്കാതെ കറിവേപ്പിലയും ഉലുവയും മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി നമ്മൾ എണ്ണ തയ്യാറാക്കാൻ പോവുകയാണ്. എണ്ണ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. അതായത് ചിലർ തലയിൽ വെളിച്ചെണ്ണ തേക്കാറുണ്ട്, ചിലർ നല്ലെണ്ണ തേക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത്, നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ്ഡ് ആയിട്ടുള്ളത്, ആ എണ്ണ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചെയ്യാനുള്ളത് ഏകദേശം ഒരു 100 ml അളവിൽ എണ്ണ എടുക്കാം. അതിലേക്ക് അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു മിശ്രിതം, അതായത് കറിവേപ്പിലയും ഉലുവയും കൂടെ ഉള്ള ആ ഒരു മിശ്രിതം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു മിശ്രിതം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് മാത്രം ഈ എണ്ണ കാച്ചിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്നെല്ലാം കരിഞ്ഞു പോവുകയും ഇതിൻ്റെ ഗുണമൊന്നും കറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങുകയില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എണ്ണയുടെ പാകമെന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ എപ്പോഴും നമ്മൾ കാച്ചിയെടുക്കുന്ന സമയത്ത് ഒരു പത പോലെ വരാറുണ്ട്. ഈ പത എണ്ണ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഈ പതയെല്ലാം വറ്റി വരും. അപ്പോൾ ഈ പതയെല്ലാം മാറി വരുന്നൊരു സമയമാണ് കറക്റ്റ് ഈ ഒരു എണ്ണയുടെ പാകമെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന കറിവേപ്പിലയും ഉലുവയും സാധനങ്ങളെല്ലാം പാകത്തിന് വെന്ത് അതിൻ്റെ കറക്റ്റ് രീതിയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ എണ്ണയ്ക്കൊരു ഇളം പച്ച കളറായിരിക്കും.
അപ്പോൾ ആ ഒരു കളറിലുള്ള എണ്ണയാണ് നമുക്കിത് കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പതയെല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേ പാത്രത്തിൽ തന്നെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രം അനുസരിച്ചിരിക്കും. ചില പാത്രങ്ങളിൽ നന്നായിട്ട് ചൂട് കുറേ നേരത്തേക്ക് തങ്ങി നിൽക്കുന്ന പാത്രങ്ങളുണ്ടാകും. ഇപ്പോൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളാണെങ്കിൽ കുറേ നേരത്തേക്ക് ഈ ചൂട് ഇതേപോലെ തന്നെ തങ്ങി നിൽക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലും ആ ചൂട് അതേപോലെ കുറേ നേരം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ആ കറക്റ്റ് പാകത്തിനാണ് നമ്മളിപ്പോൾ എണ്ണ മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ അതേ നല്ല ചൂട് നിൽക്കുന്ന പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ചൂടിലിരുന്നിട്ട് ഇത് എണ്ണ ഓവർ കുക്കായിട്ട് അല്ലെങ്കിൽ അത് കരിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഈ എണ്ണ ഒഴിച്ച് മാറ്റി വെക്കാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം എണ്ണയുടെ ചൂടെല്ലാം പോയതിന് ശേഷം ഇത് നമുക്ക് അരിച്ചെടുത്ത് ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിതിലേക്ക് ചെറുതായിട്ട് പൊടിച്ചെടുത്ത കറിവേപ്പിലയുടെ പീസസ് ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. 1 2 അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അരിച്ച് കിട്ടുന്ന എണ്ണയുടെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ച് വേണമെങ്കിൽ 3ാമത്തെ വട്ടവും നിങ്ങൾക്ക് നല്ലതുപോലെ ചെറിയ ഒരു തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ ഇട്ടിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുക. കറിവേപ്പിലയുടെ ചെറിയ പൊടികൾ ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ തലയിൽ തേക്കുമ്പോൾ ചെറിയ പൊടികളുണ്ടെങ്കിൽ പിന്നീട് അത് കളയാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ അരിച്ചെടുത്ത് മാത്രം ഈ എണ്ണ സൂക്ഷിച്ച് വെക്കുക. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിൻ്റെ ഒരു എന്താ പറയുക ബെനിഫിറ്റ്, ഇതിൻ്റെ ഒരു പ്രയോജനം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് വളരെ ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ അതുകൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. മറ്റൊന്നുമല്ല, ആവണക്കെണ്ണയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആവണക്കെണ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ തലമുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. തലമുടി വളരാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആവണക്കെണ്ണ ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് തലയിൽ തേക്കുകയില്ല. എപ്പോഴും ഒരു കാരിയർ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ആവണക്കെണ്ണ തലയിൽ തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആവണക്കെണ്ണ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 1:4 റേഷ്യോയിൽ നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഒരു 100 ml നിങ്ങൾ ഈ എണ്ണ എടുത്തിട്ടുണ്ട്, അതിലേക്കൊരു 20 ml 25 ml അളവിൽ ആവണക്കെണ്ണ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തലയിൽ തേക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ ഒരു എന്താ പറയുക ഗുണം കൂട്ടത്തേ ഉള്ളൂ. കുറച്ചുകൂടെ ഇരട്ടി ഗുണം കിട്ടും എന്ന് പറയുന്ന ഒരു രീതിയായിരിക്കും ആവണക്കെണ്ണ കൂടി ചേർക്കുകയാണെങ്കിൽ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു മസ്റ്റല്ല, ശരിക്കും അതൊരു ഓപ്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി എണ്ണ തയ്യാറായിട്ടുണ്ട്, ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നല്ലേ. അപ്പോൾ ചില ആളുകൾ പലയിടത്തും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ കുറേ നേരം എണ്ണ തലയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ തലേന്ന് രാത്രിയിൽ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് വെച്ചിട്ട് പിറ്റേന്ന് കഴുകി കളയുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളത്. ആ ഒരു കാര്യത്തോട് ഞാൻ അധികം യോജിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ചും തലയിൽ എണ്ണ തേച്ചിട്ട് ഉറങ്ങുന്നത് ഒരുപാട് എന്താ പറയുക മുഖത്തേക്കൊക്കെ നമ്മുടെ എണ്ണ വരും, മുഖക്കുരുവിന് കാരണമാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സൈനസൈറ്റിസ് ഒക്കെ പ്രോബ്ലം ഉള്ളെങ്കിൽ അത് നീരിളക്കം അല്ലെങ്കിൽ അതുപോലെ തലവേദന അങ്ങനെയൊക്കെ ജലദോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ ബോഡിയും ഓരോ രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നേരം അത് തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണയെന്നല്ല, ഏത് എണ്ണയാണെങ്കിലും അത്രയും നേരം തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ മുമ്പായിട്ട് ഈ എണ്ണ തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് 1 മണിക്കൂർ നേരം ഇതൊന്ന് തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു മൈൽഡ് ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ ഒക്കെ ഉപയോഗിച്ചൊന്ന് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആഴ്ചയിൽ ഒരു 2 3 തവണ യൂസ് ചെയ്താൽ മാത്രം മതിയാകും. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു എണ്ണയാണ്. അതായത് മുടി കൊഴിച്ചിൽ മാറിയിട്ട് മുടി നന്നായിട്ട് തഴച്ച് വളരാൻ സഹായിക്കുന്നൊരു എണ്ണയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുറച്ച് നാൾ യൂസ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മളുടെ മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം തേടുന്ന സമയത്ത് പെട്ടെന്നൊരു ഓവർനൈറ്റ് റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോൾ മുടി കൊഴിച്ചിൽ ഒരു ഗണ്യമായ ഒരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും. മുടി കൊഴിയുന്നത് ചിലപ്പോൾ നമുക്ക് മേ ബി ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് പെട്ടെന്ന് നമുക്ക് നോട്ടീസബിളായിട്ടുള്ളൊരു ഡിഫറൻസ് അതിനകത്ത് വരാൻ സാധിക്കും. പക്ഷേ മുടി വളരുന്നത് നമ്മളെപ്പോഴും അസസ് ചെയ്യുമ്പോൾ നമ്മളതിന് കുറച്ച് സമയം കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ ഒരു എക്സാക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മുടി റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നാൾ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് എപ്പോഴും മിനിമം ഒരു 3 മാസം സമയമെങ്കിലും നമ്മൾ ഏതൊരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിലും അത്
ഒരു 3 മാസം സമയം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റിസൾട്ട് അസസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തലയിൽ ഇത് തേച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തലമുടിയിൽ നമ്മൾ ഈ എണ്ണയെന്നല്ല ഏതെണ്ണ തേച്ച് കൊടുക്കുമ്പോഴും നല്ലതുപോലെ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനൊക്കെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കിട്ടും. അപ്പോൾ ഇതിന് വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള സാധനമാണ്. അതായത് മുടി വളർച്ചയ്ക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും ഓക്സിജൻസും ഒക്കെ വരണം. അപ്പോൾ നമ്മളുടെ മുടിയിൽ തേക്കുന്ന എണ്ണ മാത്രമല്ല, നമ്മൾ ഇൻസൈഡ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ ഈ ബ്ലഡിൽ കൂടെയാണ് നമ്മളുടെ മുടിയിലെത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൂടെയാണ് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു മസാജ് കിട്ടുമ്പോൾ തന്നെ നമ്മളുടെ സ്കാൽപ്പിൻ്റെ അല്ലെങ്കിൽ തലയോട്ടിയുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആകും. അതുവഴി തന്നെ നമ്മൾക്ക് താരൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡ്രൈ സ്കാൽപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും. അങ്ങനെ തന്നെ നമുക്ക് കുറച്ചധികം തന്നെ തലമുടി കൊഴിയുന്നത് മാറാൻ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എണ്ണ തേക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്തു പറഞ്ഞത്. ചിലർ ജസ്റ്റ് എണ്ണ തേച്ച് മാത്രം വെക്കത്തേ ഉള്ളൂ. പക്ഷേ നിങ്ങളൊരു 2-3 മിനിറ്റെങ്കിലും നന്നായിട്ട് ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഒന്ന് തല മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതെപ്പോഴും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം മനസ്സിലൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കത് നല്ല ബെനിഫിറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ റിസൾട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്